കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവിനെ ജാമതി വിട്ടേക്കണമെന്ന് അർജുൻ SIയോട് പറയുവാണ്. അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേ, വിട്ടേക്കാൻ പറ്റില്ലെന്ന് പറയടോ. എന്തുകൊണ്ട് വിട്ടേക്കാൻ പറ്റില്ല എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേണ്, സത്യഭാമയുടെ വീട്ടിൽ നിന്ന് സർക്കാരിൻ്റെ കാശ് മുടക്കി ജീപ്പ് ഓടിച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ചു വിട്ടേക്കാനല്ല. ഇവനോട് ഞങ്ങൾക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് കസ്റ്റഡി വെച്ചിരിക്കുന്നത്. അന്നേരം ഭാമ പറയണേ, അർജുൻ, ഇയാളുടെ അടുത്തുനിന്നും വിഷ്ണുവിനെ നമുക്ക് ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കോടതിയിലേക്ക് പോകാം. അന്നേരം അർജുൻ പറയണേ, സത്യാമ്മേ, ഇന്ന് കോടതി അവധിയാം. അതേക്കുമ്പോൾ ബോസ് പറയണേ, അങ്ങനെ പറഞ്ഞു കൊടുക്കിൻ്റെ വക്കീലേ, ഇന്ന് മാത്രമല്ല നാളെ അവധിയാ. അതൊക്കെ കണക്കാക്കി തന്നെയാ ഇവനെ ഞങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്തത് തന്നെ. അല്ലാതെ ചുമ്മാ ഇത്രയും പോലീസുകാരെയും കൂട്ടി സത്യഭാമയുടെ വീട്ടിൽ നിന്ന് മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞാൻ മുതിരുവെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? 2 ദിവസം ഇവൻ ഈ ലോക്കപ്പിലൊന്ന് കിടക്കട്ടെ, കുറച്ച് മര്യാദയൊക്കെ പഠിക്കട്ടെ. ഈ സമയം അർജുൻ ഭാമയോട് പറയണേ, സത്യാമ്മ, നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഒരു പോകാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രബോസ് വരെ തടയണേ. നിൽക്ക് സത്യാമ്മേ, എന്താണെങ്കിലും നിങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിറക്കുന്ന ഒരു കാഴ്ച കൂടി അങ്ങ് കാണിച്ചേക്കാം. ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിക്കുവാണ്. അന്നേരം വിഷ്ണു അനങ്ങാതെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം സോമശേഖരൻ വിഷ്ണുവിനെ പിടിച്ച് തള്ളുക. നിന്നോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുവാണ്. അന്നേരം ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ കാരണത്തിട്ട് ഒരു അടി കൊടുക്കുക. നിനക്ക് പറഞ്ഞ അനുസരിക്കാൻ വയ്യല്ലേടാ. അത് കാണുന്നതും ഭാമയും അർജുനും അങ്ങ് ഷോക്കാക്കുവാണ്. ഈ സമയം ദേഷ്യം വന്ന വിഷ്ണു ചന്ദ്രബോസിന്റെ കോളറിൽ കുത്തിപ്പിടിക്കുക. ഡാ, നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് അയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം പോലീസുകാർ വന്ന് വിഷ്ണുവിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിഷ്ണു ആണെങ്കിൽ പിടിവിടുന്നില്ല. അന്നേരം അവിടെയുള്ള പോലീസുകാർ സത്യഭാമയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുവാണ്. അത് കാണുമ്പോൾ വിഷ്ണു പെട്ടെന്ന് തന്നെ കൈയെടുക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് പറയണേ, നീ പേടിച്ചു പോയല്ലേടാ. പോലീസുകാർക്ക് നേരെയാണോടാ നിന്റെ കൈയേറ്റം. പോലീസ് സ്റ്റേഷനിൽ വന്ന് കാക്കിയിട്ട് അവൻ്റെ മേത്ത് തന്നെ കൈവെക്കുന്നു അല്ലേടാ. അങ്ങനെ പറഞ്ഞ് വീണ്ടും വിഷ്ണുവിൻ്റെ ഇരുകരണത്തും മാറി മാറി അടിക്കുവാണ്ടോ ചന്ദ്രബോസ്. ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് ഭാമ. എന്നിട്ട് ചന്ദ്രബോസ് പറയണേ, ഇവനെ പിടിച്ച സെല്ലിലടക്കും. ഇവനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. അന്നേരം അർജുൻ പറയണേ, ചന്ദ്രബോസേ, ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ സാറേ. ആ സമയം അയാൾ പറയണേ, ഇതൊക്കെ എന്ത് കൂടുതലെന്നാ പറഞ്ഞത്. അവനീ കാണിച്ചതിന് അവനെ ചുരുട്ടിയെടുത്ത് മൂലക്കിരുത്തേണ്ടതാ. പിന്നെ ചന്ദ്രബോസ് കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് ഈ കളിക്കിറങ്ങിയത്. ഇപ്പം നിങ്ങളെ രക്ഷിക്കാനായിട്ട് നിങ്ങളുടെ സ്വാധീനത്തിലിപ്പോൾ ആരുമില്ലെന്ന് എനിക്കറിയാം. പണ്ടിവനെ ഇവിടെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ സത്യഭാമ ഒരു ആഭ്യന്തരമന്ത്രിയെ കൂട്ടി വന്നല്ലോ, ആ ഷൺമുഖനെ. എവിടെ അയാളിപ്പോൾ എവിടെ? ആരുമില്ല നിങ്ങൾക്ക് സഹായം ചോദിച്ചു പോകാനായിട്ട്. അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഈ ചന്ദ്രബോസ് വേട്ടക്കിറങ്ങിയിരിക്കുന്നത്. നിങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ 3 എണ്ണത്തിൻ്റെ പേരിൽ സ്റ്റേഷനിൽ കയറി അവിടെയുള്ള പോലീസുകാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഒരു പുതിയ കേസുണ്ടാക്കും. എന്നിട്ട് 3നെയും പുറം ലോകം കാണാത്ത വിധത്തിൽ പുതപ്പിക്കാൻ എനിക്കറിയാം. ഈ സമയം ബാബാം ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ചന്ദ്രബോസേ, നീ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഞാൻ പേടിച്ചില്ല. പക്ഷേ എൻ്റെ മകനെ മെത്തി നീ കൈവച്ചപ്പോൾ അപ്പം ഞാൻ പേടിച്ചു. നീ ഒരു കാര്യം കുറിച്ച് വെച്ചോ, ഇപ്പോൾ നീ എൻ്റെ മകനോട് ചെയ്തതിന് നിന്നെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. നിന്റെ സമയം തീരെ ശരിയല്ല. നീ ഇപ്പോൾ ചെയ്തതിന് പിന്നീട് നീ ദുഃഖിക്കേണ്ടി വരും. അന്നേരം ചന്ദ്രബോസ് ഭാമയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞേ, ഓ ആയിക്കോട്ടെ, ഞാൻ ഈ സമയം അങ്ങ് കുറിച്ച് വെച്ചേക്കാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്. ഈ സമയം അർജുൻ സത്യഭാമയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുവാണ്. ഇതേ സമയം പുറത്ത് നിൽക്കുന്ന പോലീസുകാരൻ അർജുനോട് ചോദിക്കണേ, എന്തായി സാറേ, ആശാൻ അവർ വിട്ടില്ലല്ലേ? അപ്പോൾ അർജുൻ പറഞ്ഞേ, ഇല്ല. എന്താണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിനെ കാണിക്കണമെന്ന് ഒരു നിയമമുണ്ടല്ലോ. അന്നേരം ആ പോലീസുകാരൻ പറയണേ, അതിനിവർ അറസ്റ്റ് രേഖപ്പെടുത്തിയാലല്ലേ എന്തോ വലിയ ഗൂഢാലോചന ഇവിടെ നടക്കുന്നത് തന്നെ. എൻ്റെ മനസ്സിൽ മറ്റൊരാശയം തോന്നുന്നുണ്ട്. കളക്ടർ സത്യാമ്മയുടെ ലൈസൻസ് റദ്ദാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നത്. കളക്ടറോട് പറഞ്ഞ് പുതിയൊരു ലൈസൻസ് ഉണ്ടാക്കിച്ചാൽ പോരെ. അപ്പോൾ അർജുൻ പറയണേ, എന്നാലും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിൻ്റെ കേസ് ഉണ്ടാവില്ലേ? അപ്പോൾ ആ പോലീസുകാരൻ പറയുക, അതും കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസും ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ശരി, ഞങ്ങളെന്താണെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അർജുനും ഭാമയും കാറിലേക്ക് കയറുക. എന്നിട്ട് അർജുൻ ഭാമയോട് ചോദിക്കണേ, സത്യാമ്മേ, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അന്നേരം ഭാമ പറയണേ, നീ നേരെ കളക്ടറേറ്റിലേക്ക് വണ്ടി എടുക്ക്. എനിക്ക് കളക്ടറെ നേരിട്ട് കാണണം. അങ്ങനെ കളക്ടറേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭാമയും അർജുനും. പിന്നീട് കാണിക്കുന്നത് ശാലിനി താമസിക്കുന്ന വീട്ടിൽ ശാലിനിയെ കാണാനെത്തിയിരിക്കുകയാണ് കുറുപ്പ് സാറ്. ഈ സമയം ശാലിനിയുടെ പിയെ അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. ശാലിനി എപ്പോൾ വരും എന്ന് ചോദിക്കുകയാണ് കുറുപ്പ് സാറ്. അന്നേരം ആ കുട്ടി പറയുക, മേഡം ഇപ്പോൾ വരും, മുഖ്യമന്ത്രിയുമായിട്ടൊരു ഓൺലൈൻ മീറ്റിങ്ങിലാണ്. ഈ സമയം ആ കുട്ടിയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആ കുട്ടി തേൻമൊഴി എന്ന് പറയുക. അപ്പോൾ ചോദിക്കണേ, അല്ല തേൻമൊഴിക്ക് മലയാളമൊക്കെ മനസ്സിലാകുമോ? അപ്പോൾ തേൻമൊഴി പറയണേ, ആ തമിഴ്നാടിൻ്റെ ഒരു അതിർത്തി പ്രദേശമാണെന്നു, അതുകൊണ്ട് ഭാഷയൊക്കെ അറിയാം.
ഈ സമയം ശാലിനി താഴേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ കുറുപ്പ് സാറിനെ കാണുന്നതും ശാലിനിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. സാറേ എന്ന് പറഞ്ഞ് കുറുപ്പ് സാറിൻ്റെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ് കേട്ടോ. അന്നേരം കുറുപ്പ് സാറിന് ഒത്തിരി സന്തോഷമാക്കണേ. സന്തോഷമായി മോളെ, എനിക്ക് മക്കളില്ലെങ്കിലും എൻ്റെ മക്കളെല്ലാം ഉയർന്ന നിലയിലാണ്. അത് അവരിൽ ഏറ്റവും ഉയരത്തിലാണ് എൻ്റെ ശാലിനി മോള്. ശരിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കഴിക്കാനൊന്നും വേണ്ട മോളെ. മോളെ എപ്പോഴെങ്കിലും കാണുമെന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ എൻ്റെ പരിചയത്തിലുള്ള ഒരു റേഞ്ചർ ഉണ്ട്. പുള്ളിക്കാരൻ്റെ മകളുടെ വിവാഹത്തിനാ. ആ സമയത്താണ് ഇവിടുത്തെ റോഡുകളിലെല്ലാം മോളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ ചക്കരക്കുടി ഗ്രാമത്തിലെ നിവാസികൾക്ക് വേണ്ടി വെള്ളമില്ലാത്തതിനായി മധുര ജില്ലാ കളക്ടർ അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നി മോളെ. പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മോൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതോർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. മോളോട് ചോദിക്കാൻ പറ്റുമോയെന്നറിയില്ല, എങ്കിലും ചോദിക്കുക. എന്തിനായിരുന്നു ഈ ഒളിച്ചോട്ടം? എന്തിനാ ഇത്രയും നാൾ എല്ലാവരിൽ നിന്നും അകന്ന് ഇവിടെ വന്ന് മാറി നിന്നത്? അന്നേരം ശാലിനി പറയണേ, അത് ദൈവത്തെ പറ്റിക്കാനായിരുന്നു. ദൈവം തന്ന ജീവിതമുള്ള നമ്മുടെ എല്ലാവരുടെയും ആ ജീവിതത്തിൻ്റെ പകുതിക്ക് വെച്ച് നമ്മൾ ജീവിതം വീണ്ടും ഒന്നേന്ന് തുടങ്ങുക. അതായിരുന്നു ഇവിടെ വന്ന് ഞാൻ ചെയ്തത്. ചില സമയത്ത് ചില വേർപാടുകൾ നല്ലതാണ്. അത് ബാക്കിയുള്ളവരുടെ കൂടി നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഈ സമയം കുറുപ്പ് സാർ പറയണേ, മോള് പറയുന്നതൊന്നും എനിക്ക് പൂർണ്ണമായി മനസ്സിലാവുന്നില്ല. എങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ഭയങ്കര മോശമാണ്. സത്യാമ്മയുടെ പഴയ പ്രതാപമൊക്കെ ഇല്ലാതായി. 4 ഭാഗത്തുനിന്നും ശത്രുക്കൾ അവരെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ശാലിനിക്ക് ഒരു കോൾ വരുവാണ്. പിന്നീട് ശാലിനിയുടെ സെക്രട്ടറി ശാലിനിക്ക് അത്യാവശ്യമായിട്ട് ഒപ്പിടാനുള്ള ഒരു ഫയൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഫയലിലേക്ക് ഒപ്പിട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ശാലിനി കുറുപ്പ് മാഷനോട് പറയണേ, സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ആവശ്യം ഇവിടെയാണ്. ഇവിടെയുള്ളവർക്ക് വേണ്ടി എനിക്ക് പലതും ചെയ്യാനുണ്ട്. ഈ സമയത്ത് ശാലിനിയുടെ പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഡം, ഗൂഗിൾ മീറ്റിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മറ്റു ആൾക്കാരും ഒക്കെ ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഈ സമയം ശാലിനി പറയണേ, ഞാൻ 5 മിനിറ്റുള്ളിൽ ജോയിൻ ചെയ്തോളാം, അവരോട് തുടങ്ങിക്കോളാൻ പറഞ്ഞോളൂ. അന്നേരം പി എ പറയണേ, മാഡം മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ഈ സമയം കുറുപ്പ് മാഷ് പറയണേ, മോൾ അങ്ങോട്ട് ചെല്ല്. മുഖ്യമന്ത്രി പോലെ വലിയ ആൾക്കാരൊക്കെ അല്ലേ വന്നിരിക്കുന്നത്, അവരുടെ സമയം വിലപ്പെട്ടതാണ്. മോൾ അങ്ങോട്ടേക്ക് ചെല്ല്. അന്നേരം ശാലിനി പറയണേ, ഞാനില്ലെങ്കിലും മറ്റു പല ആൾക്കാരും ഇവിടെ ഉണ്ട്, അവരൊക്കെ തുടങ്ങിക്കോളും. അന്നേരം കുറുപ്പ് മാഷ് പറയണേ, എന്നാലും വേണ്ട, ഞാനിങ്ങോട്ടേക്ക് വന്നതല്ലല്ലോ. ഇതുവരെ വന്നപ്പോൾ മോള് കണ്ടപ്പോൾ കയറിയെന്നേ ഉള്ളൂ. മോള് പറഞ്ഞതുപോലെ മോൾ ആവശ്യം ഇവിടെയുള്ളവർക്കാ. അവരുടെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. പിന്നെ മോള് നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തെ പറ്റിക്കുവാണെന്ന്. ശരിക്കും പറ്റിക്കുന്നത് ദൈവത്തെയാണോ മനസാക്ഷിയാണോ? ഇടക്കൊന്ന് അത് മോൾ ഓർക്കണം. അങ്ങനെ പറഞ്ഞ് കുറുപ്പ് മാഷ് അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി അതിനെപ്പറ്റി ഇങ്ങനെ സങ്കടത്തോടെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്